ഹായ്, നമസ്കാരം. നിഷാദാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്. അതായത് ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ ഇപ്പം രണ്ട് എക്സാമിൽ, ഒരു എക്സാമിൽ 10 മാർക്കിനും അതുപോലെ തന്നെ മറ്റൊരു എക്സാമിൽ 5 മാർക്കിനും കണ്ട സെയിം ക്വസ്റ്റ്യൻ. അത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പെട്ടെന്ന് പോവാം. വാല്യൂഷൻ, ബാലൻസ് ഷീറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ഒരു സ്പെസിഫൈഡ് പീരീഡിനുള്ള നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, ഈ ഒരു 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ ആദ്യമായിട്ട് എന്തൊക്കെയാണ് വാല്യൂഷൻ ബാലൻസ് ഷീറ്റിൽ വരുന്നത് നോക്കാം. വാല്യൂഷൻ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ അസറ്റ് സൈഡ് ഉണ്ട്. ഈ ഒരു അസറ്റ് സൈഡിൽ, ലയബിലിറ്റി സൈഡിൽ ആക്ച്വറി വാല്യുവേഷൻ പ്രകാരമുള്ള നെറ്റ് ലയബിലിറ്റി കാണുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് ആസ് പെർ ബാലൻസ് ഷീറ്റ് ആ ഒരു എമൗണ്ടും കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് ആസ് പെർ ബാലൻസ് ഷീറ്റിൽ നിന്നും ലയബിലിറ്റി എന്താണോ ആക്ച്വറീസ് വാല്യുവേഷന്റെ പ്രകാരം എന്താണോ ലയബിലിറ്റി, അത് കുറച്ചിട്ട് കിട്ടുന്ന എമൗണ്ട്, അതാണ് സർപ്ലസ് ആയിട്ട് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ കേസ് നേരെ മറിച്ചാണെങ്കിൽ ഡെഫിസിറ്റും വന്നേക്കാം. ഓക്കെ, സർപ്ലസ് ഉള്ള സമയത്തുള്ള മറ്റു കാൽക്കുലേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി അതിന്റെ അടുത്ത രണ്ടാമത്തെ ഈ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. വാല്യുവേഷൻ പീരീഡിലുള്ള പ്രോഫിറ്റ് ആണ് കാണുന്നത്. നമ്മൾ നേരത്തെ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രകാരം കണ്ട സർപ്ലസ് ഇങ്ങോട്ട് കൊണ്ടുവരിക, ശേഷം അതിലേക്ക് ഇന്റീരിയം ബോണസ് വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യുക. കാരണം ഇന്റീരിയം ബോണസ് കൊടുത്തത് ഓൾറെഡി കുറച്ചിട്ടുണ്ടാവും. അത് ആഡ് ബാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യഥാർത്ഥ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിലവിൽ എന്തെങ്കിലും സർപ്ലസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞ പ്രീവിയസ് പീരിയഡിൽ വല്ല സർപ്ലസ് ഉണ്ടെങ്കിൽ ആദ്യഘട്ടം അത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഡിഡക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഡിവിഡൻഡ് വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഡിഡക്ട് ചെയ്യാം. ബാലൻസ് വരുന്ന എമൗണ്ട്, ഈ ഒരു എമൗണ്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈ എമൗണ്ട്, ഓക്കെ, ഈ എമൗണ്ടിലേക്ക് ചില സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു സർപ്ലസ് എമൗണ്ട് ഉണ്ടെങ്കിൽ സർപ്ലസ് എമൗണ്ട് കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഒരു എമൗണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യുന്നുണ്ട്, അത് പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഒരു എമൗണ്ട് ആണ് സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. സാധാരണഗതിയിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഈ എമൗണ്ട് ആണ്. എന്നിരുന്നാലും പ്രീവിയസ് ഇയർ ബാലൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എമൗണ്ട് ഇങ്ങോട്ട് എടുക്കേണ്ടത്. അത് പ്രത്യേകം ഓർക്കുക. അതായത് ടോട്ടൽ എമൗണ്ട് കണ്ടതിന് ശേഷം ഡിവിഡൻഡ് എമൗണ്ട് മാത്രം കുറച്ചാൽ മതി എന്നർത്ഥം. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ചെയ്തു വരുമ്പോൾ ഇതൊരു പീരിയഡിലെ, ആ ഒരു സ്പെസിഫിക് പീരിയഡിലെ പ്രോഫിറ്റ് ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ ഡിവിഡൻഡ് കുറച്ചിട്ടാണ് അത് കാണുന്നത്. അതിനു മുമ്പായിട്ട് പ്രീവിയസ് പീരിയഡിലെ സർപ്ലസ് നമ്മൾ കുറക്കുന്നുണ്ട്. എന്നിരുന്നാൽ ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് നമ്മൾ നോർമലി എന്ത് ചെയ്യും, ആ ഒരു പ്രീവിയസ് പീരിയഡിലതും കൂടെ ആഡ് ചെയ്തിട്ട് എന്തെങ്കിലും പുതിയ പീരിയഡിൽ വല്ലതും കുറക്കാനുണ്ടെങ്കിൽ, അതായത് സർപ്ലസ് ക്യാരി ഫോർവേഡ് ചെയ്ത് വെച്ചിട്ട് ബാലൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നുള്ളെങ്കിൽ ആ എമൗണ്ട് ഇവിടെ കുറക്കണം. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലാരിറ്റി വരും. 2 പ്രോബ്ലം ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്, അതിന്റെ ക്ലാരിറ്റി കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ കുറച്ച് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞ എമൗണ്ട് ഉണ്ടല്ലോ, ആ നമ്മൾ എത്രയാണോ എമൗണ്ട് കിട്ടുന്നത് ആ എമൗണ്ട് നമ്മളെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയിൽ 5% എന്ത് ചെയ്യുക, കൊടുക്കുക. അതുപോലെ തന്നെ 95% പോളിസി ഹോൾഡേഴ്സിന്റെ അടുത്ത് കൊടുക്കുക. ഈ പോളിസി ഹോൾഡേഴ്സിനുള്ള 95% നിന്നും ഓൾറെഡി നമ്മൾ ഇന്റർവ്യൂ ബോണസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറക്കണം. കാരണം ഓൾറെഡി ഇവർക്ക് ഇത്രയും ബോണസ് കിട്ടിയിട്ടുണ്ട്, അപ്പൊ ഇനി ബാലൻസേ കൊടുക്കാൻ പാടുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി വരും എന്നുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ നമ്മൾ 10 മാർക്കിനും ചോദിച്ചിട്ടുണ്ട് എക്സാമിന്, അതുപോലെ തന്നെ 5 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് ഉണ്ടാവുക. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. The life insurance fund of life assurance company എത്രയാണ്, 86,48,000 ആണ്. ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് ബാലൻസ് ഷീറ്റ് ഉള്ളത് 86,48,000 ആണ് ആസ് ഓൺ March 2017. ഓക്കെ, ദ ഇന്റീരിയം ബോണസ് പേ ചെയ്തിട്ടുള്ളത് എത്രയാണ്,
ഇന്ററിം ബോണസ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇന്റർ വാലുവേഷൻ പീരീഡ്. ഈ ഒരു പീരീഡിനിടയിൽ 1,48,000 രൂപ ഇന്ററിം ബോണസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പീരിയോഡിക്കൽ ആക്ച്വറി വാലുവേഷൻ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമിൻഡ് ദ നെറ്റ് ലയബിലിറ്റി 74,25,000. നമ്മൾ ഓൾറെഡി ഇൻഷുറൻസ് ഫണ്ട് എത്ര ഉണ്ട്? 86 lakh ഉണ്ട്. അതേപോലെ 74 lakh സംതിങ് ആണ് എന്തുള്ളത് ആക്ച്വറിയൽ വാലുവേഷൻ പ്രകാരം ലയബിലിറ്റി ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത്. സർപ്ലസ് പ്രീവിയസ് പീരിയഡിലെ ഇതെല്ലാം ഈ എമൗണ്ട് എല്ലാം നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. 8,50,000 ആണ് പ്രീവിയസ് പീരിയഡിലെ ബ്രോഡ് ഫോർവേഡ് സർപ്ലസ്. അതുപോലെ തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 9,31,000 അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഡയറക്ടേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? പിന്നെ ബ്രോഡ് സർപ്ലസ് ക്യാരി ഫോർവേഡ് ചെയ്തു വെക്കാൻ. ഓക്കെ. ആൻഡ് ഡിവൈഡ് ബാലൻസ് എന്നാൽ കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയിൽ വീതിച്ചു കൊടുക്കാനാണ് പറയുന്നത്. ആ റേഷ്യോ ഏതാ? ഫൈനൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ആ റേഷ്യോ 1:10 വീതിച്ചെടുക്കണം. അതായത് 1 രൂപ ഷെയർ ഹോൾഡേഴ്സിന് വരുന്നുണ്ടെങ്കിൽ 10 രൂപ ആർക്ക് വരണം? ആരുടെ വരണം? നമ്മുടെ പോളിസി ഹോൾഡേഴ്സിന് വരണം. ആ രീതിയിൽ. അപ്പൊ നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടു 5% എന്നുള്ളതും 95%. സെക്ഷൻ 28 ആണ് എൻ്റെ ഓർമ്മ. അത് ശരി. അതിന്റെ ഇതനുസരിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് 5% ഷെയർ ഹോൾഡേഴ്സിനും 95% പോളിസി ഹോൾഡേഴ്സിനും കൊടുക്കണം. ക്വസ്റ്റ്യനിൽ മറ്റൊരു റേഷ്യോ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ റേഷ്യോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ. ദ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റും കാണണം. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സർപ്ലസും കാണണം. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ എമൗണ്ട് ഒക്കെ ഒന്ന് പ്രത്യേകം എടുത്തു വെക്കുക. ഒന്ന് ഇൻഷുറൻസ് ഫണ്ട് 8,86,48,000 ആണ്. ഇന്ററിം ബോണസ് 1,48,000 ആണ്. പിന്നെ ആക്ച്വറൽ വാല്യൂഷൻ പ്രകാരം 74,25,000 ആണ്. അതുപോലെ തന്നെ ബ്രോഡ് ഫോർവേഡ് എമൗണ്ട് സർപ്ലസ് കഴിഞ്ഞ വർഷത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന 8,50,000 ആണ്. ഈ വർഷം നമ്മൾ കൊണ്ടുപോകേണ്ടത് ബാലൻസ് പിന്നെ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട സർപ്ലസ് 9,31,000 ആണ്. റേഷ്യോ വീതിക്കേണ്ടത് 1:10 ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സ്പീഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പ്ലേ ബാക്ക് ഓപ്ഷൻ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, സ്പീഡ് ഒന്ന് കുറക്കാട്ടോ. നമുക്ക് മാക്സിമം ഒരു 20-25 മിനിറ്റിൽ തീർക്കണം. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ നേരത്തെ കണ്ടു ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് 86,48,000 ഇവിടെ എഴുതി. അതുപോലെ തന്നെ ലയബിലിറ്റി ആക്ച്വറി വാല്യുവേഷൻ പ്രകാരം 74,25,000 ആണ്. 74,25,000 ആണ്. അതാണ് ഈ കണ്ട എമൗണ്ടുകൾ. ഓക്കെ. കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു 86,48,000 കാണുന്നു. അതുപോലെ തന്നെ ഈ 2 എമൗണ്ടുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തു. ഈ 86,48,000 നിന്നും ഈ 74,25,000 കുറച്ചിട്ട് കിട്ടുന്നതാണ് 12,23,000. അതാണ് നമ്മൾ സർപ്ലസ് ആയിട്ട് കാണേണ്ട എമൗണ്ട്. എങ്ങനെ കിട്ടി? നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള 86,48,000 മൈനസ് 74,25,000 ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് ആണ് 12,23,000. ഈ എമൗണ്ട് കൃത്യമായിട്ട് മനസ്സിലുണ്ടാവുക. 12,23,000. ഇനി ഈ 12,23,000 ആണ് അതിന്റെ കാൽക്കുലേഷൻ ആണ് ഇനി നമ്മൾ വരുന്നത്. ആ നേരത്തെ കണ്ട എമൗണ്ട് കൃത്യമായിട്ട് നമ്മൾ എടുത്തു വെക്കുക. അതിനുശേഷം ഇന്ററിം ബോണസ് ക്വസ്റ്റ്യനിൽ 1,48,000 തന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. കാരണം യഥാർത്ഥ സർപ്ലസ് എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നിലവിലുള്ള സർപ്ലസിലേക്ക് എന്ത് ചെയ്യണം? ഇന്ററിം ആയിട്ടുള്ള നമ്മൾ കൊടുത്ത ബോണസ് തിരിച്ച് ആഡ് ചെയ്യാം. അങ്ങനെ 13,71,000 നമ്മൾ കണ്ടു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രീവിയസ് പീരിയഡിലെ സർപ്ലസ് എത്ര? പ്രീവിയസ് പീരിയഡിലെ സർപ്ലസ് ഇതൊന്ന് ഒഴിവാക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നിലവിലുള്ള പീരിയഡിലെ സർപ്ലസ് കിട്ടുള്ളൂ. അപ്പം 13,71,000 8,50,000 8,50,000 രൂപ എന്താണ് പ്രീവിയസ് പീരിയഡിലേതാണ്, അത് കുറക്കണം. അതുപോലെ തന്നെ ഡിവിഡൻഡ് വല്ലതും ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കുറയ്ക്കേണ്ടതുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ഡിവിഡൻഡ് ഇല്ല. അങ്ങനെ നമുക്ക് 5,21,000 വന്നു. ഇനി നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയിൽ വീതിക്കേണ്ടത് എന്താണ്? യഥാർത്ഥത്തിൽ ഈ 5,21,000 ആണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വർഷം 5,21,000 ഉണ്ട്. പഴയ എത്രയുണ്ട്? പഴയ 8,50,000 ഉണ്ട്.
അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം പുതുതായിട്ട് നമ്മൾ എത്ര ക്യാരി ഫോർവേഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞത് 9,31,000 പുതിയതായിട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് വെക്കണം. അപ്പോ നിലവിലുള്ള ഈ ഒരു ഈ വർഷത്തെ എമൗണ്ട് കണ്ടിട്ട് പ്രീവിയസ് സർപ്ലസും കൂടെ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് കാൽക്കുലേഷൻ എന്നുള്ളത്. ഈ 13,71,000 എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് എടുക്കുക. എന്താ ചെയ്തത്? ഇത് ഈ എമൗണ്ട് തന്നെയാണ്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിവിഡൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഡിവിഡൻഡ് ചെയ്യേണ്ടതുണ്ട്, ഇവിടെ കുറയേണ്ടതുണ്ട്. ശരിക്കും ഇപ്പൊ എന്താ ചെയ്തത്? ഈ 5,21,000 പ്ലസ് 8,50,000 ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇൻ കേസ് എങ്ങാനും ഡിവിഡൻഡ് ഇവിടെ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ ഈ എമൗണ്ട് ഡയറക്റ്റ് എടുക്കാൻ പറ്റൂല. അപ്പൊ എന്താ എടുക്കുക? 5,21,000 നിന്നും 5,21,000 ഓക്കെ 5,21,000 പ്ലസ് 8,50,000 ഇങ്ങനെ തന്നെ സെപ്പറേറ്റ് എടുക്കണം. അതായത് സെപ്പറേറ്റ് ഇവിടെ 10,000 അങ്ങനെ എന്തെങ്കിലും എമൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലാത്ത സാഹചര്യത്തിൽ ഈ എമൗണ്ട് ഡയറക്റ്റ് നമുക്ക് എടുക്കാം. കാരണം ഡിവിഡൻഡ് സെപ്പറേറ്റ് കുറയ്ക്കൽ നിർബന്ധമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡിവിഡൻഡ് നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? 13,71,000. വീണ്ടും ഞാൻ പറയുന്നു, ഇവിടെ എമൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഈ കാൽക്കുലേഷൻ ഇവിടെ ഡയറക്റ്റ് വന്നത്. അല്ല എങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ നേരെ മാറിയിരുന്നു. എങ്ങനെ മാറിയിരുന്നു? ഇവിടെ 5,21,000 ഉണ്ട്. ആ എമൗണ്ട് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഓൾറെഡി കുറക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 8,50,000 കൂടെ ആഡ് ചെയ്തെടുക്കുക. ഇത് ഇങ്ങനെ തന്നെ ചെയ്ത് കിട്ടണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ക്വസ്റ്റ്യനിൽ ഈ എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ എമൗണ്ട് ഡയറക്റ്റ് എടുത്താൽ തെറ്റിപ്പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിലേക്ക് പ്രീവിയസ് ബാലൻസ് കൂട്ടിയതാണ് ഓൾഡ് സർപ്ലസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കണ്ട വാല്യൂയിലേക്ക് പ്രീവിയസ് സർപ്ലസ് ആഡ് ചെയ്യുക എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് 13,71,000 കിട്ടിയത്. ഇനി ഈ വർഷം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട എമൗണ്ട്. അത് എത്ര? 9,31,000 ആണ്. അപ്പൊ നമ്മൾ 13,71,000 നിന്നും 9,31,000 കുറച്ചിട്ട് ബാലൻസ് വരുന്ന 4,40,000 ആണ് ഷെയർ ഹോൾഡേഴ്സിന്റെയും പോളിസി ഹോൾഡേഴ്സിന്റെ ഇടയിലും വീതിച്ചു കൊടുക്കേണ്ടത്. എത്രയാണ് വീതിച്ചു കൊടുക്കേണ്ടത്? ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 1:10 ആണ്. 1:10 ആകുമ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഷെയർ ഹോൾഡേഴ്സിന് 1/11. ഓക്കെ, അപ്പൊ 4,40,000 ഇൻറ്റു 1/11 ചെയ്ത് 40,000. ഇത് ആർക്കുള്ളതാ? ഷെയർ ഹോൾഡേഴ്സിന്. ഇനി പോളിസി ഹോൾഡേഴ്സിന് ബാക്കി 4,40,000 ഇൻറ്റു 10/11 ചെയ്താല് ആർക്ക് കിട്ടി? പോളിസി ഹോൾഡേഴ്സിന് കിട്ടി. ഈ പോളിസി ഹോൾഡേഴ്സിന് കിട്ടിയ എമൗണ്ടിൽ നിന്നും ഓൾറെഡി നമ്മൾ ബോണസ്, ഇന്ററിയം ബോണസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ എമൗണ്ട് നമ്മൾ കുറക്കണം. 4 lakhൽ നിന്നും 1,48,000 കുറച്ചിട്ട് 2,52,000 ആണ് ആർക്കുള്ള എമൗണ്ട്? പോളിസി ഹോൾഡേഴ്സിനുള്ള എമൗണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഈ ഒരു കാൽക്കുലേഷൻ മനസ്സിലാക്കുക. 1-2 തവണ വീഡിയോ കണ്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക് ആണിത്. അതുകൊണ്ട് നല്ല രീതിയിൽ കാണാം. ഇതിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോപ്പറേറ്റീവ് സ്റ്റോർ ഇറക്കുന്ന ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ വാല്യുവേഷൻ ചെയ്യുന്നത് 3 ഇയേഴ്സിലാണ്. ലൈഫ് ഇൻഷുറൻസ് എമൗണ്ട് എത്ര വരുന്നത്? ഫണ്ട് എമൗണ്ട്, ഇൻഷുറൻസിന്റെ ഫണ്ട് എമൗണ്ട് വരുന്നത് 31,87,000 ആണ്. അവിടെ ഡിവിഡൻഡ് കൊടുക്കുന്നതിന്റെ മുന്നേ ഉള്ള എമൗണ്ട് ആണ് ഈ കാണുന്നത്. അപ്പൊ ഡിവിഡൻഡിന്റെ എമൗണ്ട് 27,000 ഉണ്ട് എന്ന് മനസ്സിലാക്കാം. പിന്നെ ആക്ച്വറിയൽ വാല്യുവേഷൻ പ്രകാരം ലയബിലിറ്റി ഡിസ്ക്ലോസ് ചെയ്തത് 28,60,000 ആണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ററിം ബോണസ് കൊടുത്തിട്ടുള്ളത് ഓൾറെഡി ഇവർക്ക് ബോണസ് 30,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പോളിസി ഹോൾഡേഴ്സിന് എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ആക്ച്വറിയൽ വാല്യുവേഷൻ കാണും. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ട് എത്ര എഴുതണം? 31,87,000 ആണ്. അങ്ങനെ ആ ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്ത് നോക്കാം. പെട്ടെന്ന് സ്പീഡാക്കാം. ഓക്കെ, നമ്മുടെ ഫണ്ട് എത്ര? 31,87,000. അതിൽ നിന്നും ലയബിലിറ്റി 28 ആക്ച്വറിയൽ വാല്യുവേഷൻ പ്രകാരം 28,60,000 ക്വസ്റ്റ്യനിൽ തന്നു. എവിടെ ക്വസ്റ്റ്യനിൽ തന്നത്?
ഇതവിടെ 28,60,000 ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു കുറച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു സർപ്ലസ് എമൗണ്ട് എടുത്തു 3,27,000. ഈ 3,27,000 നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആ എമൗണ്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് 3 പീരീഡിനുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ പ്രീവിയസ് പീരീഡിൽ എമൗണ്ട് ഇല്ല, പ്രീവിയസ് പീരീഡിൽ സർപ്ലസ് ഇല്ല എന്ന് മനസ്സിലാക്കുക. അടുത്ത വർഷത്തേക്ക് എത്ര ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത് എന്നും ഇല്ല എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നോക്കാം, ഈ നമ്മൾ നേരത്തെ കണ്ട എമൗണ്ട് 3,27,000 നമ്മൾ എങ്ങോട്ട് എടുത്തു, ഇതാ ഇവിടെ അതുപോലെ കൊണ്ടുവന്നു. ഇനി ശേഷം ഇന്ററിം ബോണസ് കൊടുത്തത് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അതെന്തിനാ ആഡ് ചെയ്യുന്നത്, അത് ഓൾറെഡി കൊടുത്തതാണ്. അപ്പൊ യഥാർത്ഥ സർപ്ലസ് കിട്ടണമെങ്കിൽ അത് തിരിച്ച് ആഡ് ചെയ്യണം. അപ്പൊ ടോട്ടലി നമുക്ക് 3,57,000 കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഡിവിഡൻഡ് എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറക്കണം. ഡിവിഡൻഡ് പേ ചെയ്തിട്ട് ബാലൻസ് 3,30,000 ആണ് നമ്മൾ എടുത്തത്. ഇൻ കേസ് ഇവിടെ എങ്ങാനും പ്രീവിയസ് പീരിയഡിലെ സർപ്ലസ് ഉണ്ടെങ്കിൽ ആ സർപ്ലസ് നമ്മളെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുമായിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ എടുത്തുള്ളത് 3,30,000 ആണുള്ളത്. ഈ 3,30,000 ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഇവിടെ 3,30,000 വന്നു. ഡിവിഡൻഡ് നേരത്തെ ക്വസ്റ്റ്യനിൽ ഡിവിഡൻഡ് ഉണ്ടായിരുന്നില്ല, ഇവിടെ ഡിവിഡൻഡ് വന്നതുകൊണ്ട് 3,57 എടുത്തില്ല, 3,37 അടുത്തത്. പിന്നെ എന്തല്ല പ്രീവിയസ് പീരീഡിന്റെ കാര്യങ്ങളില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ക്വസ്റ്റ്യനിലെങ്ങാനും പ്രീവിയസ് എമൗണ്ട് കൂടെ ഉണ്ടെങ്കിൽ എന്താവുമായിരുന്നു, ഈ 3,30,000 ഉദാഹരണം പ്രീവിയസ് പീരീഡ് ഒരു 1 lakh ഉണ്ടെങ്കിൽ ഈ 1 lakh നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടിയിരുന്നു, ആഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ 4,30,000 വരേണ്ടിയിരുന്നു. ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. അത് മനസ്സിലാക്കുക, കാരണം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ 3,30,000 മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാലോ. അതായത് പ്രീവിയസ് പീരീഡ് എടുത്തത് ആഡ് ചെയ്യാൻ ഏതായാലും ഇല്ല. പിന്നെ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത് എമൗണ്ടും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ എമൗണ്ട് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. റേഷ്യോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ആക്ട് പ്രകാരം പറഞ്ഞ 5%ഉം 95% ആണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 5% ഷെയർ ഹോൾഡേഴ്സിനും 95% ആർക്കും, പോളിസി ഹോൾഡേഴ്സിനുമാണ്. അപ്പൊ നമ്മുടെ 3,30,000 5% ആർക്ക്, ഷെയർ ഹോൾഡേഴ്സിന് 16,500. ഇനി 3,30,000 95% ആർക്ക്, ഷെയർ ഹോൾഡ് പിന്നെ പോളിസി ഹോൾഡേഴ്സിന് 3,13,500 അവർക്ക് വേണം. പക്ഷെ ഓൾറെഡി നമ്മൾ 30,000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, ബോണസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുറക്കുക. അപ്പൊ ഇനി പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള എത്രയാണ്, 3,83,500 ആണ്. ഇത്തരം കാൽക്കുലേഷൻ ആണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക, നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്, കൂടുതലൊന്നും പറയാല്ല. ഈ ഒരു വീഡിയോ നിങ്ങൾ നല്ല രീതിയിൽ കണ്ട് 2-3 വട്ടം റിപ്പീറ്റ് ചെയ്ത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എക്സാം കയറുക. എന്തായാലും നല്ല ഒരു എക്സാം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.